എല്ലാവർക്കും നമസ്കാരം. ജേർണി വിത്ത് ജിൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് നമ്മൾ മലയാളികൾ അനുഭവിക്കുന്ന വൈകാരിക മുറിവിനെ പറ്റിയാണ് പറഞ്ഞത്. അന്ന് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ ഒരു 4 ഹീലിംഗ് ടെക്നിക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹീലിംഗ് ടെക്നിക്കിലേക്ക് പോകാം. അപ്പൊ ഒന്നാമത്തെ ഹീലിംഗ് ടെക്നിക്കിലേക്ക് നമുക്ക് പോകാം. നമ്മള് പഴയ കാലത്തെ അല്ലെങ്കിൽ ബാല്യകാലത്തെ നമുക്കുണ്ടായ ആ വൈകാരിക മുറിവുകളെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ശരീരത്തുണ്ടാവും. അത് എന്താണെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാവുകയില്ല. അപ്പോൾ ആ ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതായത് നമ്മുടെ ഫീലിംഗിനെ പറ്റി നമ്മൾ ഒരു ബോധവൽക്കരണം, അതായത് ഒരു അവയർനെസ് കൊണ്ടുവരണം. അപ്പൊ അത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ആദ്യം ഒരു ശാന്തമായ സ്ഥലത്ത് നിങ്ങൾ കുറച്ചു നേരം ഇരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ചിന്തകൾ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ ആ ചിന്തകളെ ഇഗ്നോർ ചെയ്യുക. ചിന്തകൾ വരട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മള് കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക. എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ആ ഫീലിംഗ് എന്ന് മനസ്സിലാക്കുക. അത് ദുഃഖമാണോ, കോപമാണോ, സന്തോഷമാണോ, സങ്കടമാണോ, എന്തായാലും അത് കുറച്ചു നേരം നിങ്ങൾ ഇരുന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ലഭിക്കും. അപ്പൊ അത് മനസ്സിലാക്കുന്നതാണ് ആദ്യത്തെ ഹീലിംഗിനുള്ള സ്റ്റെപ്പ്. രണ്ടാമത്തെ ഹീലിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ ബ്രീത്തിങ് എക്സസൈസ് ആണ്. നിങ്ങൾ പല ബ്രീത്തിങ് എക്സസൈസുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എന്നാലും ഇത് നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെ ഈ ഹീലിംഗ് ജേർണിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ ശാന്തമായ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക. അതിനുശേഷം 5 തവണ എണ്ണുമ്പോഴേക്കും നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം 5 തവണ എണ്ണുമ്പോൾ ആ ശ്വാസം ഹോൾഡ് ചെയ്യുക. അതിനുശേഷം 5 തവണ എണ്ണുമ്പോൾ ആ ശ്വാസം മൂക്കിൽ കൂടെ വെളിയിലേക്ക് വിടുക. അപ്പോ നിങ്ങൾ ശാന്തമായിട്ട് ഇരിക്കുക. 1 2 3 4 5 എന്ന് കൗണ്ട് ചെയ്യുന്നത് വരെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ദീർഘമായ ശ്വാസമായിരിക്കണം. അതിനുശേഷം ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. അതിനുശേഷം ശ്വാസം വെളിയിലേക്ക് വിടുക. 1 2 3 4 5. ഇത് നിങ്ങൾക്കൊരു 10 പ്രാവശ്യം ആവർത്തിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ബോഡി നല്ലൊരു റിലാക്സേഷൻ അനുഭവിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനിയും മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആന്തരിക മനുഷ്യനോട് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനെ നമ്മൾ അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെ? കാരണം നമ്മൾ മറ്റുള്ളവരുടെ കാര്യം ഒരുപാട് ആലോചിക്കും. അവരെ എങ്ങനെ നമ്മൾ സന്തോഷിപ്പിക്കണം, അവരുടെ കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിനായിട്ടാണ് മുന്നോട്ട് ഓടുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് കണ്ടെത്തുക. ശാന്തമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക. അതിനുശേഷം കണ്ണടയ്ക്കുക. നിങ്ങൾക്കൊരു 7 8 വയസ്സുള്ള ആ സമയത്തെ ഒരു ഫോട്ടോ നിങ്ങളുടെ ആ ഒരു പ്രതിബിംബം ആലോചിക്കുക. അതിനുശേഷം നിങ്ങൾ ആ കുഞ്ഞിനോട് പറയുക. ആ കുഞ്ഞിനോട് ഇങ്ങനെ പറയാം: മോനെ അല്ലെങ്കിൽ മോളെ, ഇത്രത്തോളം നാള് എനിക്ക് നിന്നെ കേൾക്കുവാൻ സാധിച്ചിട്ടില്ല. നിന്റെ ഫീലിങ്സ് കറക്റ്റ് ആണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഞാൻ ആ ഒരു ശ്രദ്ധ നിന്നിൽ കേന്ദ്രീകരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചു വരികയാണ്. അപ്പോ ഇന്ന് നീ എന്നോട് എന്ത് പറഞ്ഞാലും കേൾക്കുവാൻ ഞാൻ ഉണ്ട് എന്നൊരു അഷ്വറൻസ് ആ കുഞ്ഞിന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കുഞ്ഞിന് എന്താണ് ആവശ്യം. ചിലപ്പോ ആ കുഞ്ഞിന് സ്നേഹം കിട്ടാത്ത ഒരവസ്ഥയായിരിക്കാം, ഏകാന്തതയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. എന്താണെങ്കിലും അത് മനസ്സിലാക്കി ആ കുഞ്ഞിനെ നിങ്ങൾ അഡ്രസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിലാക്സേഷനും ആ ഒരു ഹീലിംഗും ചെയ്യാൻ കഴിയും. ഇനി 4ാമത്തെ ടെക്നിക്കിലേക്ക് പോകാം. 4ാമത്തെ ടെക്നിക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു A4 ഷീറ്റോ ഒരു നോട്ട്ബുക്കോ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏറ്റവും നിങ്ങളെ വ്രണപ്പെടുത്തിയ അല്ലെങ്കിൽ നിങ്ങളെ ദുഃഖപ്പെടുത്തുന്ന ഒരു കാര്യം അതിൽ എഴുതുക എന്നുള്ളതാണ്. അത് നിങ്ങൾ അഡ്രസ് ചെയ്ത് നിങ്ങളോട് തന്നെ നിങ്ങളുടെ എന്തൊക്കെ ചിന്തകളാണോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ എഴുതുക. ഗ്രാമർ മിസ്റ്റേക്കോ, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ചിന്തയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, ആ ദുഃഖത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ്. അങ്ങനെ എഴുതി ആ പേപ്പറിൽ നിങ്ങൾ പൂർണ്ണമായിട്ട്, ചിലപ്പോൾ 1 പേജ് ആയിരിക്കാം, 2 പേജ് ആയിരിക്കും, എത്രത്തോളം നിങ്ങൾക്ക് ആ ചിന്തകൾ ഫുള്ളായിട്ട് അതിൽ എഴുതാൻ പറ്റുന്നുവോ അത്രത്തോളം നിങ്ങൾ എഴുതുക. അതിനുശേഷം ആ പേപ്പർ എടുത്ത് അത് കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ വലിച്ചു കീറി കളയുകയോ ചെയ്യാം. ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ: നിങ്ങൾ അത് പേപ്പറിൽ എഴുതിയിരിക്കുന്നത് തിരിച്ച് വായിക്കാൻ പാടില്ല, അതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല. ഇത് ജേർണലിംഗ് ടെക്നിക്ക് എന്ന് അറിയപ്പെടും. ഇന്ന് പലരും ചെയ്ത്
അവർക്ക് നല്ലൊരു ഹീലിംഗ് ഉണ്ടാക്കി കൊടുത്ത ഒരു ടെക്നിക്കാണ്. ഞാൻ ഒരുപാട് ആളുകളോട് ഇത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ജേർണലിംഗ് ടെക്നിക്ക്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഹീലിംഗ് ഉണ്ടാകും എന്ന് തന്നെ ഞാൻ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങളോട് പറയും. ഈ 4 ടെക്നിക്കുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മിനിമം 7 ദിവസം ഒരു മെത്തേഡ് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രം. അതിനുശേഷം നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്കായിട്ട് ആർക്കെങ്കിലും ഹീലിംഗ് ആവശ്യമാണെങ്കിൽ അവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇത്രയും നേരം നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിരുന്നതിന് ലാസ്റ്റിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ഹീലിംഗ് ടെക്നിക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ വളരെ എഫക്റ്റീവ് ആണ്. ഈ ടെക്നിക്ക് ഞാൻ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് മറ്റൊന്നുമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഈ ടെക്നിക്ക്. അപ്പൊ നിങ്ങൾ കിച്ചണിൽ വർക്ക് ചെയ്യുകയാണ്, പലപ്പോഴും നമുക്ക് ഒരുപാട് ചിന്തകൾ ആ സമയത്ത് കയറി വരാറുണ്ട്, പല കംപ്ലൈന്റ്സ് നമുക്ക് ഓർമ്മ വരാറുണ്ട് അല്ലെ. അതുപോലെ നിങ്ങൾ വാക്കിങ്ങിന് പോവുകയാണ്, അപ്പോഴും നമുക്ക് ഒരുപാട് ഓവർ തിങ്കിങ് വന്നുകൊണ്ടേയിരിക്കും. എന്നോട് എന്നാലും ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞുവല്ലോ, എന്നെ ആ വ്യക്തി ഇങ്ങനെ കുറ്റപ്പെടുത്തിയല്ലോ, അല്ലെങ്കിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റിയിട്ടില്ലല്ലോ, ഇങ്ങനെയുള്ള ഓരോ ചിന്തകൾ വരും. അപ്പൊ ഓരോ ചിന്തയ്ക്കും നിങ്ങൾ കൊടുക്കേണ്ടത് താങ്ക് യു എന്നുള്ള ഒരു വേർഡാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വളരെ എഫക്റ്റ് ഉണ്ടാകും. ആ കുറച്ച് കഴിയുമ്പോൾ ആ ചിന്തകൾ മാറി നിങ്ങളിൽ ഉള്ള എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളുണ്ടോ അതിലേക്ക് ഒന്ന് നോക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത്രയേറെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പം ഈ ബോണസ് ടിപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക എന്നതാണ്. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നോട്ടെ, ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ, ഏത് ജോലിയിലായിക്കോട്ടെ, ഏത് ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങൾക്കുള്ള നന്മകളെ മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ അത് വളരെ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ 4 ഹീലിംഗ് മെത്തേഡിനോടൊപ്പം ഈ ഗ്രാറ്റിറ്റ്യൂഡും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു വീഡിയോ അതിനായിട്ട് ചെയ്തതാണ്. എത്രയും വേഗം ആ ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺ ആൻഡ്